ബേക്കറിയോ മറ്റോ ഉദ്ഘാടനം ചെയ്തിരുന്നെങ്കിൽ നല്ല കച്ചവടം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാമായിരുന്നു. എന്നാൽ ഒരു ശ്മശാനത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ അത് ഒഴിവില്ലാതെ നല്ല നിലയിൽ പോകട്ടെ എന്ന് ആശംസിക്കാൻ കഴിയില്ലല്ലോ എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുത്ത് കണിയാപുരത്ത് സ്ഥാപിച്ച ആധുനിക പൊതുശ്മശാനത്തിൻ്റെ ഉദ്ഘാടന വേളയിലാണ് കേൾവിക്കാരിൽ ചിരി പടർത്തിയ ഈ പരാമർശം മന്ത്രിയിൽ നിന്നും ഉണ്ടായത്. ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല. സാധാരണ ഒരു സ്ഥലത്ത് ഉദ്ഘാടനത്തിൽ പോയാൽ ഇപ്പോൾ ഒരു സ്വകാര്യ സ്ഥാപനമാണ്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ബേക്കറി ആണെങ്കിൽ ഉദ്ഘാടനത്തിൽ നിങ്ങൾക്ക് നല്ല കച്ചവടം ഉണ്ടാകട്ടെ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറയും. ഇവിടെ ഇപ്പം അങ്ങനെ പറയാൻ പറ്റൂ? ഈ ശ്മശാനം ഒരു ഒഴിവില്ലാതെ നല്ല നിലയിൽ പോട്ടെ എന്ന് എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. പക്ഷെ ഒന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂ, ഈ നാടിന് ഒരു ആശ്വാസമാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ശ്മശാനം, എങ്ങനെ ഒരു ശ്മശാനം നേരത്തെയുള്ള അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പൊ ഇങ്ങനെ മാറുന്ന നില വരുമ്പോൾ, ഒരു ആധുനിക പൊതു ശ്മശാനമായി ഇത് മാറി വരുമ്പോൾ, അത് നാട്ടിലെ ജനങ്ങൾക്ക്, സാധാരണ മനുഷ്യർക്ക് ഒരു സഹായമാണ്. ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം 5 ശ്മശാനങ്ങൾ ആധുനീകരിക്കാൻ മുൻകൈയെടുത്ത ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ മന്ത്രി അഭിനന്ദിച്ചു. അതിന് തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനം ഏറെ സഹായകരമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവാദിത്തം എന്നുള്ള നിലയിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്, ആ ജില്ലാ പഞ്ചായത്തിന് 5 വർഷത്തെ ഭരണത്തിനിടയിൽ 5 ശ്മശാനങ്ങൾ, അത് എല്ലാ നിലയിലും ആധുനിക പൊതു ശ്മശാനങ്ങൾ നിർമ്മിക്കുക എന്നുള്ള തീരുമാനം കൈക്കൊണ്ടത്. മനോഹരമായൊരു പേരും കൊടുത്തു, പ്രശാന്തി. അതിന്റെ ഭാഗമാണ് ഈ പ്രവർത്തനം. ഏതൊരു ഭരണാധികാരിയും ഏതൊരു ഭരണ സംവിധാനവും പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയെ തൊട്ടുകൊണ്ടാണ് ഇവിടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനെ പ്രത്യേകം ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യാനും അഭിനന്ദിക്കാനും ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അണ്ടൂർക്കോണം പഞ്ചായത്തിന് കീഴിലുള്ള കണിയാപുരം പൊതുശ്മശാനമാണ് ജില്ലാ പഞ്ചായത്ത് 1,85,00,000 രൂപ മുടക്കി നവീകരിച്ചത്. സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടിയിരുന്ന കണിയാപുരത്തെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ശവസംസ്കാരത്തിനായി നാളിതുവരെ തൈക്കാട് ശ്മശാനത്തെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. പൂർണ്ണമായും ഗ്യാസ് ഫർണസിൽ പ്രവർത്തിക്കുന്ന ആധുനിക ശ്മശാനം ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമായിരിക്കും. മന്ത്രി GRNൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗം, പോത്തങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TR ഹരിപ്രസാദ്, അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ഹരികുമാർ, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ജലീൽ, വിളപ്പിൽ രാധാകൃഷ്ണൻ, R. സുഭാഷ്, ഉനൈസ അൻസാരി, മാലിക് ജബ്ബാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് മീൽസ്, കണിയാപുരം.